ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, എന്റെ മക്കൾ എല്ലാവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലേ. അപ്പൊ ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ അകത്ത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ്. അപ്പൊ നിങ്ങൾ എന്താണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, അപ്പൊ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാനും അതൊക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ തന്നെയാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്, ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ് പഠിക്കേണ്ടത്. എന്താണ് ലൈക്കും അൺലൈക്കും? ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേപോലെ ഉള്ളത്, അൺലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസിലെ കുറച്ച് വേരിയബിൾസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ പഠിച്ചതാണ് ആരൊക്കെയാണ് വേരിയബിൾസ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം വേരിയബിൾസ് ആയിട്ട് നിങ്ങൾക്ക് ആരൊക്കെ എടുക്കാം, എക്സ് എടുക്കാം അല്ലെ, എക്സ് എടുക്കാം, വൈ എടുക്കാം, സെഡ് എടുക്കാം. ഇതൊക്കെ വേരിയബിൾസ് ആണ്. അപ്പൊ ഒരേപോലെയുള്ള വേരിയബിൾസ് ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. അല്ലാതെ വ്യത്യസ്തമാണെങ്കിൽ അതിനെ അൺലൈക്ക് ടേംസ് എന്ന് പറയും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x 3x ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. കാരണം അതിൽ രണ്ടിലും കാണുന്ന വേരിയബിൾ എന്താണ്, സെയിം ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം, 5y square x 3y square x. കണ്ടോ, രണ്ടിലുള്ള വേരിയബിളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കേ, y square x, ഇവിടെയും y square x. രണ്ടിലും എന്ത് തന്നെയാ, y square x തന്നെയാണ്. അപ്പൊ അതിന് എന്തായിരിക്കും ആൻസർ വരിക? യെസ്, ഇതൊരു ലൈക്ക് ടേം ആണെന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ, വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഒരു കുഞ്ഞു എക്സാമ്പിൾ ആയിട്ട് 3z 3x ഇത് രണ്ടും സെയിം ആണോ? മൂന്നും ഉണ്ടല്ലോ, അപ്പൊ സെയിം ആണ്, അങ്ങനെയാണോ? അല്ല, അവിടെ വേരിയബിൾസ് ഡിഫറെന്റ് ആണ് അല്ലെ. ഒന്നിൽ എക്സ് ആണ്, ഒന്നിൽ സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് അൺലൈക്ക് ടേംസ് ആയിരിക്കും. അപ്പൊ ശരിക്കും ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ് ഏതൊക്കെയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേഗം എന്റെ മക്കൾ എന്ത് ചെയ്യുക, ആൻസർ പറയാം. ഓക്കെ, അപ്പൊ അതാ ചോദ്യത്തിൽ ആദ്യം കാണുന്നത് 7x 12y. കണ്ടാൽ തന്നെ അറിയാം അല്ലെ, 7x 12y. ഈ കാണുന്ന വേരിയബിൾസ് എക്സും വൈയും ഡിഫറെന്റ് ആണ്. ഒരേ വേരിയബിളാ അല്ലേ. അപ്പൊ ഇതിന് എന്ത് പറയാം, അത് അൺലൈക്ക് ടേംസ് ആണെന്ന് പറയാം. ഇനി മറ്റൊരു ചോദ്യം നോക്കിക്കേ നിങ്ങൾ, ഇവിടെ ആരാ ഉള്ളത്, 6x y square 9x square y. ലൈക്ക് ടേം ആണോ അൺലൈക്ക് ആണോ? പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ലൈക്ക് ആണെന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇവിടെ ഉള്ളത് xy സ്ക്വയർ ആണ്, മറുഭാഗത്തോ എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പൊ അതില് സ്ക്വയറിന്റെ അടുത്തൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ലൈക്ക് ടേംസ് അല്ല അല്ലെ, എന്ന് പറഞ്ഞാൽ അൺലൈക്ക് ടേംസ് ആണ്, അൺലൈക്ക് ആണെന്ന് പറയാം. ശരിയല്ലേടാ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ നിങ്ങൾ. അടുത്ത ചോദ്യം pq സ്ക്വയർ -4pq സ്ക്വയർ. നല്ലൊരു ചോദ്യം. pq സ്ക്വയർ ആൻഡ് -4pq സ്ക്വയർ ഇത് ലൈക്ക് ടേം ആണോ അൺലൈക്ക് ആണോ? അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കും, മിസ്സേ ഇവിടെ നമ്പർ ഇല്ലല്ലോ. നമ്പർ ഇല്ലെങ്കിൽ എന്താ, നമ്പർ ഇല്ലെങ്കിൽ അതിന് മീനിങ് ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ ഉണ്ടെന്നാ. 1നെ നിങ്ങൾ ഏതൊരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ വേരിയബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ 1 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം -4ഉം ആണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് നമ്പേഴ്സിനെ ആണോ, അല്ല വേരിയബിൾസിനെ ആണ് അല്ലെ. ഇവിടെ നോക്കിക്കേ, അത് pq സ്ക്വയർ ആണ്, ഇപ്പുറത്തും pq സ്ക്വയർ ആണ്. ദെൻ നമുക്ക് എന്ത് പറയാം, ഇത് ലൈക്ക് ടേം ആണെന്ന് പറയാം അല്ലേടാ. ഇത് അൺലൈക്ക് അല്ല, ലൈക്ക് ടേം ആണ്. അടുത്തൊരു ചോദ്യം നോക്കാലോ, 15x -21x 15x -21 അല്ലെ, 21x. യെസ്, ഇത് ഉറപ്പായിട്ട് നമുക്ക് അറിയാം എക്സും ആണ്. അതുകൊണ്ട് എന്ത് പറയാം, നമുക്കതൊരു ലൈക്ക് ടേം ആണെന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം, mn സ്ക്വയറും 10mn ഇത് ലൈക്ക് ആണോ? യെസ്, കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഇത് നോക്കിക്കേ, ഇത് 1 എന്ന് പറയുന്ന നമ്പർ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ വേരിയബിൾസ് ശ്രദ്ധിക്കുക, ഇവിടെ mn സ്ക്വയർ ആണ്, പക്ഷെ ഇവിടെ mn മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ലൈക്ക് ആയിരിക്കുമോ? നോ, അത് അൺലൈക്ക് ടേം ആണ്. കണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ചോദ്യം ഞാനിതാ ബോർഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, വേഗം ഓടി വന്നിട്ട് ഇതിനുള്ള ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പൊ ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ നിന്നും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നും മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ പറയാം. അങ്ങനെയാണെങ്കിൽ മക്കളുടെ ഡൗട്ടിന്റെ ആൻസറുമായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.